മനുഷ്യരുടെ കിഡ്നിയും കരളും അടക്കമുള്ള ആന്തരികാവയവങ്ങൾ കച്ചവട വസ്തുക്കളാക്കി കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കുന്ന വൻ ശൃംഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. വൻകിട ആശുപത്രികളും ഇടനിലക്കാരും ഡോക്ടർമാരുമൊക്കെ സജീവ പങ്കാളികളായ കച്ചവട ശൃംഖലയാണിത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയാണ് ഇതിന്റെ എല്ലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുണ്ടെങ്കിലും ഇത്ര വിശദമായും സൂക്ഷ്മമായും കേരളം ഇക്കാര്യങ്ങൾ അറിയുന്നത് ഞങ്ങളിലൂടെയായിരുന്നു. മനുഷ്യത്വമുള്ളവരെ ആകെ ഞെട്ടിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി കാണുക. കിഡ്നിക്ക് 15 ലക്ഷം, കരളിന് 20 ലക്ഷം. വിലപേശി മനുഷ്യാവയവങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളാവുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ. ലോക നിലവാരത്തിലുള്ള ആരോഗ്യമേഖല എന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ എത്ര പേർക്കറിയാം മനുഷ്യരെ അറുത്തു വിൽക്കുന്ന ഒരു വൻ മാഫിയ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം? 3 മാസം നീണ്ടുനിന്ന ദീർഘമായ അന്വേഷണത്തിൽ ന്യൂസ് മലയാളം കണ്ടെത്തിയത് കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 120 അവയവദാന രേഖകൾ, 25 ദാതാക്കളുടെ മൊഴികൾ, ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയ 20-ലേറെ ഏജന്റുമാർ, ലാഭവിഹിതം പറ്റിയ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ക്യാമറയ്ക്ക് മുമ്പാകെ എത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമവിരുദ്ധ ക്രൂര കച്ചവടം. അവരെനിക്ക് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എനിക്ക് സർജറിക്ക് കയറണം, രാവിലെ 9 മണിക്ക് കയറണം, അതിന് മുമ്പായിട്ട് പൈസ കൊണ്ടെത്തണം. ബേബി ഡോക്ടറാണെങ്കിലും ബേബി ഡോക്ടറിന്റെ ഒക്കെ സർജറിയുടെ സമയത്ത് ഒരു 1 ലക്ഷം രൂപയുടെ ഒരു കവർ പുള്ളിക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ മാത്രം നടന്നത് 500 കോടി മതിക്കുന്ന അവയവ കച്ചവടം. മെഡിക്കൽ ട്രസ്റ്റും രാജഗിരിയും ഇടനിലക്കാരുടെ താവളങ്ങൾ. രാജഗിരിയില് ജോസ് തോമസ് ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. അതിനൊപ്പം തന്നെ കോർഡിനേറ്റർ ആണെങ്കിൽ റോണിയാണ്, പക്ക മനുഷ്യനാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇരയാകുന്നവർ ആരാണ്? കേരളത്തിന്റെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ള ദരിദ്രരായ മനുഷ്യർ. ശരീരം കീറി അവയവം കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് തുലോം തുച്ഛമായ തുക. പാവപ്പെട്ടവർക്കും വൻ ആശുപത്രികൾക്കുമിടയിലെ ഇടനിലക്കാർ കൈക്കലാക്കുന്നതോ ഒരവയവത്തിന് 20 ലക്ഷം രൂപ വരെ. തുടർ ചികിത്സയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സാഹചര്യങ്ങളും ലഭിക്കാതെ പാവം അവയവദാതാക്കൾ കഷ്ടപ്പെടുമ്പോൾ ഈ വൻ റാക്കറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കച്ചവടം വ്യാപിപ്പിച്ചു വളരുന്നു. അവയവദാനത്തിന് കർശനമായ നിയമങ്ങളുള്ള നാട്ടിലാണിത് എന്നോർക്കണം. ഊഹാപോഹങ്ങളല്ല ഞങ്ങൾ ഈ പറയുന്നത്. കൃത്യമായ രേഖകളും തെളിവുകളുമുള്ള വസ്തുതകൾ മാത്രം. നഗ്നമായ ഈ തുടർ മനുഷ്യാവകാശ ലംഘന പരമ്പരയ്ക്ക് തടയിടേണ്ടത് മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഈ അന്വേഷണ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ട് ഇത് നിർബാധം തുടരുന്നു? എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇതറിയുന്നില്ല? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇക്കാര്യങ്ങൾക്ക് ഉത്തരം വേണം. വിശദാംശങ്ങൾക്കായി ഞങ്ങൾക്കൊപ്പം തുടരുക.